അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. എന്താണ് കേരളക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താണെന്നറിയാം? പൊറോട്ടയും ബീഫും. പൊറോട്ടയും ബീഫും പോലെ ചേട്ടനും ജിത്തു ചേട്ടനും നമ്മളൊരു ബീഫ് ആരാണ്? എനിക്ക് ബീഫ് അടികൊള്ളാൻ വയ്യ. പൊറോട്ട എവിടെ ഫസ്റ്റ് അഴിച്ചു വിട്ടേക്കുക. പണ്ട് നീ കോളേജിൽ പഠിച്ച കാര്യം പറ. പണ്ടൊന്നും ഒരുപാട് വയസ്സായി പ്രായമായോ ശരിക്കും? അല്ല എനിക്ക് പ്രായമൊക്കെ പറയണം. കോളേജില് എത്ര സപ്ലൈ ഉണ്ടായിരുന്നു? എനിക്ക് ഇപ്പോഴും സപ്ലൈ ഉണ്ട്. ഇനി എതിർക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? അതിലൊന്നും കാര്യമില്ല, മനസ്സിലായി. ഒരു ഉപയോഗം അപ്ലൈ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ സപ്ലൈ ഇനിയും ചെയ്യാം. ഇനി പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുന്നു. കോളേജില് എത്ര ഗേൾ ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? എന്നെ ഇരിഞ്ഞാലക്കുടയില് പല കോളേജിന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടല്ലോ വൈകുന്നേരം ക്ലാസ് ഇടുമ്പോ. 59 ബോയ്സ് ആണെങ്കിൽ ആകെ 3 പെൺപിള്ളേരുണ്ടായിരുന്നു. 3 പെൺപിള്ളേരുന്നു. 3 പെൺപിള്ളേരുള്ളായിരുന്നു. നിങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടോ? ചെറുതായിട്ട് അവനെയും തള്ളി. അപ്പോഴത്തേക്ക് കണ്ടിരുന്ന 7 പേർക്ക് കിട്ടി. അപ്പം അന്ന് ഇങ്ങനെ ഇതേപോലെ ഒരു രംഗനെ പോയി കാണാൻ വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ? ടീച്ചറിനെ അടിക്കണം. മാതാപിത ഗുരു ദൈവം. ഈ ആവേശത്തിനൊപ്പം തന്നെ ഇറങ്ങിയ ഒരു പടമാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പം ധ്യാൻ പറയണ്ടായി നമ്മുടെ വിഷു വർഷങ്ങൾക്ക് ശേഷം തൂക്കി എന്നുള്ളത്. പ്രേക്ഷകരാ തീരുമാനിക്കേണ്ട ആരാ തൂക്കേണ്ട. ഏത് പടം ആളുകളാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവര് വേണമെങ്കിൽ മത്സര വിഭാഗത്തിൽ എടുത്തോട്ടെ. നമ്മളൊരു മത്സരമായിട്ട് കാണുന്നില്ല. അതാണ് നമ്മുടെ മത്സരത്തിലാണ്. ഹായ്, അപ്പം ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവേശം പടത്തിലെ ഒരു മണ്ടനായ ഗുണ്ടയും അവരുടെ അരുമയായ ശിഷ്യന്മാരുമാണ്. വെൽക്കം. നല്ലൊരു ഇൻട്രൊഡക്ഷൻ. നല്ലതായിപ്പോയി. എന്തായാലും സന്തോഷം. അങ്ങനെ കേൾക്കുമ്പോ ചേട്ടൻ ഇപ്പൊ പറയുമ്പോ മറ്റേ രോമാഞ്ചം പടത്തിലായാലും ഒരു ഭയങ്കര മസിൽ പിടിച്ച് നിൽക്കുന്നു, പക്ഷെ ഭയങ്കര ലോലനാ, ഭയങ്കര പൊട്ടിക്കരയുന്നുണ്ട്. ഇതിലായാലും ഭയങ്കര ഗുണ്ട അതുണ്ടെങ്കിലും ഒരു മണ്ടം പോലെ തോന്നും, എനിക്ക് ഭയങ്കര പാവം പോലെ തോന്നും. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോ വിഷമമുണ്ടോ? എന്താ ഒരു ലുക്ക് പുറത്തേക്ക് എടുക്കാൻ? ആളുകൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണുള്ളത്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സന്തോഷമുള്ളൂ. രോമാഞ്ചത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ ക്യാരക്ടർ ഒറ്റപ്പെട്ടോണ്ട് ഇയാൾ ഇങ്ങനെ അല്ല. ഇതിലും ഈ പറഞ്ഞ പോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആള് ഭയങ്കര ലൗഡും കോമഡിയൊക്കെ ആയിട്ട് നിന്നിട്ട് അവസാനം ഇയാള് വേറൊരു തലത്തിലോട്ട് മാറുന്നു. ഇല്ല, എനിക്ക് സന്തോഷമുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാനാണ് ഭയങ്കര ഹാപ്പിയാണ്. ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ടൊരു കരച്ചിലൊരു സംഭവമുണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. ഞാൻ ചിരിച്ച്. ചേട്ടന്റെ ആയിക്കോട്ടെ നിങ്ങളുടെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫസ്റ്റ് മൂവിയാണിത്. നിങ്ങളുടെ പെർഫോമൻസും വൻ ഗംഭീരായിരുന്നു അതില്. കാരണം നമുക്ക് എന്താ പറയാ, ഒരു ഫസ്റ്റ് ആയിട്ട് ചെയ്യാണ് ഒരു മൂവി എന്നുള്ളൊരു സംഭവം തോന്നില്ല. പിന്നെ നമ്മുടെ ഫഫ അങ്ങ് അഴിഞ്ഞാടേതെന്ന് പറയും എല്ലാവരും മൂവിയിലെ, അല്ലേ? ട്രോളൊക്കെ കണ്ടില്ല, അഴിച്ചുവിട്ടേക്ക് അഴിച്ചുവിട്ടേക്കുക. ആ ഒരു കാണുമ്പോൾ ഭയങ്കര ഒരു സ്ട്രോങ് ക്യാരക്ടർ, ഭയങ്കര മീൻസ് നമ്മൾ ഫഫ ശരിക്കും ഭയങ്കര ഒരു, എനിക്ക് തോന്നുന്നു കുറച്ച് സീരിയസ് ക്യാരക്ടറാണ്. പക്ഷെ ആ മൂവിയിലാണെങ്കിൽ ഭയങ്കര ഫണ്ണ് പിടിച്ചിട്ടുണ്ട്. സീരിയസ് ക്യാരക്ടറാണ് ശരിക്കും പുള്ളി മറ്റേ സെറ്റിൽ ഇതേപോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടാണോ ഇരുന്നിരുന്നത്? നോർമലി എല്ലാരും കാണുന്ന പോലെ ഒന്നും അല്ല. അപ്പൊ അതൊക്കെ നല്ല, ഇപ്പൊ പുറത്ത് കാണുന്ന ഒരാൾക്ക് തോന്നുമായിരിക്കും വലുതായിട്ട് മിണ്ടാറില്ല. ഇപ്പൊ തോന്നിന്ന് പറഞ്ഞില്ലേ, അതുപോലെ എല്ലാവരുടെ വിചാരം. അങ്ങനൊന്നും അല്ല, നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും അല്ല. സെറ്റിലായാലും പകുതിക്കാണ് നമ്മളെ നമ്മുടെ സംസാരിച്ചത്, നമ്മളൊന്ന് കംഫർട്ട് ആക്കിയതും എല്ലാം. ഇവൻ തന്നെ നിർത്തി സ്ട്രീമിംഗ്. നിങ്ങൾക്ക് ഞാൻ എന്താവണമെന്നാണ് ആഗ്രഹം? പടം കണ്ടിട്ട് എന്ത് തോന്നി? സ്ട്രീമിംഗിലേക്ക് പോണോ? അങ്ങനെ പറ്റത്തില്ലല്ലോ. ഞാൻ ഇപ്പൊ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാൻ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് തന്നെ സിനിമ തന്നെ. അപ്പൊ എനിക്കത് ഇനിയും കുറച്ചും കൂടെ അത് പഠിക്കണമെന്ന്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ ഹാപ്പിനെസ് നോക്കിയാൽ പോരെ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അത് നിർത്തിയത്, അല്ലേ? നിർത്തിയില്ലേ? നിങ്ങളായാലും ഫസ്റ്റ് മൂവിയിൽ തന്നെ ഫഹദ്ക്കടൊപ്പം അഭിനയിക്കുന്നു, ഒരാളെ കൈ പിടിച്ച് ഓടുന്നു, പിന്നെ നിങ്ങൾ അതുവരെ കറങ്ങുന്നു ഫുൾ ആളുടെ കൂടെ. അപ്പം ആ ഒരു മൂവിയിലേക്ക്, ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു ഫസ്റ്റ് മൂമെന്റ്, ഏറ്റവും വലിയൊരു ലക്ക് എന്ന് പറയാൻ അതാണ് സംഭവം. ഫാഫയുടെ ഒപ്പം, അതായത് നമ്മുടെ
ഇക്കടൊപ്പം പഫ കൈ പിടിച്ചപ്പോ കൈ പിടിച്ച് ഓടിച്ച് എന്നെ ഇവിടെ കൊണ്ടുപോയി നിർത്തിയേക്കുവാണ്. നമ്മുടെ കേരളക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താണെന്നറിയാം? കേരളക്കാരാണ്. ആ പൊറോട്ടയും ബീഫും. യാ അതേപോലെയാണ് നമ്മുടെ പൊറോട്ടയും ബീഫും പോലെ നമ്മുടെ ചോറ് പുളിശ്ശേരി അല്ലെങ്കിൽ ഈ പുട്ട് പീരക്കറി എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ചേട്ടനും ജിത്തു ചേട്ടനും നമ്മളൊരു ആ ഒരു കണക്ഷൻ. അത് ഞാനും ചുറ്റുവാ. ഞാൻ വിളിച്ച് ഇതില രംഗണ്ണനും സജിൻ ചേട്ടനും ജിത്തു ചേട്ടനും തമ്മിലൊരു ബീഫ് ആരാണ്? അപ്പൊ ഇതില് പൊറോട്ട ഏതാ ബീഫ്? പൊറോട്ട അത് ഒന്ന് പറയാം. ബീഫ് ആരാ? ഏതാ വേണ്ടത്? എനിക്ക് ബീഫ് അടികൊള്ള വയ്യ. പൊറോട്ട ഉണ്ടാക്കാൻ ജിത്തു പൊറോട്ട കുഴപ്പമില്ല. ഞാൻ പൊറോട്ട ആയിക്കോളാം. ജിത്തുവിന് ഞാൻ ബീഫിലേക്ക് കൊടുക്കും. അതെ, എനിക്ക് അവന്റെ ജിത്തുവിന്റെ ആദ്യത്തെ പടത്തിലും ചെയ്യാൻ പറ്റി. അതെ അതെ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഞാൻ ആ പടത്തിലൊക്കെ ഒരു 10 ദിവസം മുന്നേ ഉണ്ടാവുന്നത്. അത് ഭയങ്കര അത്യാവശ്യം എല്ലാവരും സ്വീകരിച്ച് ഹിറ്റായ ഒരു പടമാണ്. അപ്പൊ രണ്ടാമത്തെ പടത്തിൽ എനിക്ക് ആ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. എന്നെ വിളിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് പടം ഇപ്പോൾ തിയേറ്ററിൽ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്, നല്ല സുഹൃത്താണ്. ഡയറക്ടർ എന്നുള്ള രീതിയിൽ, ഡയറക്ടർ എന്നുള്ള ഉപരി ഫ്രണ്ടാണ്. ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അതെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ രംഗച്ചേട്ടനും അമ്പാനും ഒരുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ. അവര് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഞാൻ കൂടെ നിൽക്കും എന്നാണ് അമ്പാൻ പറയുന്നത്. അതിപ്പോ നല്ലതായിക്കോട്ടെ പൊട്ടായിക്കോട്ടെ അമ്പാൻ ഉണ്ട് അവിടെ, അങ്ങനെയല്ലേ? അതേപോലെയാണോ നിങ്ങളും കോളേജിലായാലും അങ്ങനെ കട്ടയ്ക്ക് കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണോ? റോഷൻ തന്നെ പറയും. എന്റെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പണ്ട് നീ കോളേജിൽ പഠിച്ചാലും പണ്ട് കോളേജിൽ ഒരുപാട് പ്രായമായോ ശരിക്കും? അല്ല എനിക്ക് പ്രായം പറയണം. അതെ പണ്ട് പഠിച്ച അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും സുഹൃത്തുക്കളോട് നീ ഇപ്പൊ +2 കഴിഞ്ഞോളൂ. 18 വയസ്സുള്ളൂ. അതെ ഞാൻ ഇപ്പൊ കഴിഞ്ഞു. ശരിക്കും നിങ്ങൾ ആരും കോളേജിൽ പഠിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ടായിരുന്നു, ഞാൻ ഡ്രോപ്പ് ചെയ്തു. കോളേജിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അല്ല ഇപ്പൊ സുഹൃത്തുക്കളോട് എപ്പോഴും നമ്മൾ അവരിപ്പോ എന്ത് പറഞ്ഞാലും നമ്മളത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അവരെ കൂടെ നിൽക്കുമല്ലോ. അപ്പൊ കോളേജിൽ അങ്ങനെ നിന്നിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ നിൽക്കാറുണ്ട്. പിന്നെ പ്രശ്നങ്ങളൊന്നും ഞാൻ ചാടുന്നില്ലെന്നേ ഉള്ളൂ. അല്ല അങ്ങനെ നിൽക്കുന്ന ഒരാളാ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സെറ്റില് ഏജ് വയസ്സ് ഇപ്പൊ നമ്മളെക്കാളും 2 വയസ്സ് 3 വയസ്സ് മൂത്ത, എന്നെക്കാളും 2 വയസ്സ് മൂത്ത എന്റെ ചേട്ടന്റെ അല്ല ഞാൻ കോളേജ് കഴിഞ്ഞോളൂ, എനിക്ക് 22 വയസ്സാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും സെറ്റിൽ ആയാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പ്രശ്നമല്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഞാനായാലും ഇഷ്ടമായാലും നമ്മൾ അവന്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ അവൻ അങ്ങനെ ഒരു സപ്പോർട്ടാണ്. കണ്ടുകഴിഞ്ഞാൽ പ്രായം തോന്നിക്കില്ല കേട്ടോ. കാരണം മൂവിയില് കണ്ടപ്പോഴായാലും ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ ഒരു ഏജിലുള്ള ആൾക്കാരെ തന്നെയായിരിക്കുന്നു. നമ്മുടെ അമ്പാനെ പറ്റി പറയുമ്പോ അമ്പാനെ ആ ഒരു എന്താ പറയാ അല്ല എന്താ അമ്പാനെ വിളിച്ചപ്പോ ആ ഒരു കോസ്റ്റ്യൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ ഒക്കെ ഈ മായാവിയിലെ വിക്രമനെ പോലെയാണ്. അതെ ഏകദേശം അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ പരിപാടി. റെഫറൻസ് അത് തന്നെയാണ്. അതെ ഞാനല്ല നോക്കിയത്. അതിപ്പോ ജിത്തു ആണെങ്കിലും ജിത്തും അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനർ മാസ്റ്റർ റംസ ഇവരും പിന്നെ ബാക്കിയുള്ള ടെക്നീഷ്യന്മാർ അവരെല്ലാവരും കൂടി തീരുമാനിച്ച ഒരു ചെറിയ റെഫറൻസ് ആണ് മായാവിയിലെ വിക്രമൻ. അതായത് സ്ട്രൈപ്പുള്ള ബനിയനും ആ ലുക്കും കൃതാവും അതായിരുന്നു പരിപാടി. വർക്കായി ആൾക്കാർക്ക് അത് അതല്ലേ രസം. ഇത് നമ്മൾ ഈ ഇത് വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് പിടിക്കുമ്പോൾ രസം അല്ലേ? കോമഡി ചെയ്തതാണ്. അയ്യോ ഞാൻ ചെയ്തപ്പോ കോമഡി ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തത് ക്യാരക്ടർ. കോമഡി ആയിട്ട് ആൾക്കാർക്ക് കിട്ടി അങ്ങനെ. അതെ ഞാൻ അതിൽ സീരിയസ് ആയിട്ടാണ് ചെയ്തേക്കണെല്ലാം. ഞാൻ കോമഡി ആകാൻ ഞാൻ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആണ് ചെയ്യുന്നത്. അതാ ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ ആവേശത്തിനൊപ്പം തന്നെ ഇറങ്ങിയ ഒരു പടമാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പം ധ്യാൻ പറയണ്ടായി നമ്മുടെ വിഷു വർഷങ്ങൾക്ക് ശേഷം തൂക്കി എന്നുള്ളത്. അപ്പം അതിനെതിരെ എന്തെങ്കിലും മീൻസ് ലൈക്ക് അതിനോട് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ആ ഒരു പറഞ്ഞ ഒരു സംഭവത്തിന്റെ ബേസിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? വർഷങ്ങൾക്ക് കോമ്പറ്റീഷൻ മൂഡിൽ ഇറക്കിയ ഒരു പടമൊന്നും അല്ലല്ലോ. ജിത്തുചേട്ടൻ പറഞ്ഞ പടങ്ങളും വേറൊരു പടത്തിനെ തോപ്പിക്കുന്നില്ല. രണ്ട് ട്രാക്കാണ്. അതെ
അല്ല പടം എല്ലാ പടങ്ങളും വിജയിക്കട്ടെ. ഈ പറഞ്ഞ ആ മത്സരം പടം വിജയിച്ചത് കൊണ്ടോ നമ്മുടെ പടം വിജയിച്ചത് കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പൊ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അവർ പറയുന്നേ ഉള്ളൂ. കഴിഞ്ഞ മാസം തന്നെ നമ്മുടെ മുമ്പിൽ എത്ര പടങ്ങൾ വന്ന്, അതുകൊണ്ട് പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. പ്രേക്ഷകരാ തീരുമാനിക്കേണ്ട ആരാ നോക്കേണ്ട. ഏത് പടം ആളുകളാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവര് വേണമെങ്കിൽ മത്സര വിഭാഗത്തിൽ എടുത്തോട്ടെ. നമ്മളൊരു മത്സരമായിട്ട് കാണുന്നില്ല. അതാണ് നമ്മുടെ ഒരു മത്സരമില്ല. നമ്മള് പടങ്ങളും നല്ലതാണ്, ആളുകൾ തീരുമാനിക്കട്ടെ. അതാണ് അതിന്റെ ഒരു. ഞാന് നിങ്ങളെ ഒരു റൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്, കോളേജ് റിലേറ്റഡ്. അപ്പം അമ്പേട്ടനും തൽക്കാലം ഇപ്പൊ കോളേജിലോട്ട് വായോട്ടാ. ഞാനും പറഞ്ഞത് ഓക്കെ, ഒരു കാലഘട്ടത്തിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള ഒരു ആൻസർ പറയണം. ഓക്കെ, കോളേജില് എത്ര സപ്ലി ഉണ്ടായിരുന്നു? എനിക്ക് ഇപ്പോഴും സപ്ലി ഉണ്ട്. എല്ലാ സപ്ലി ഇപ്പോഴും സപ്ലി ഉണ്ട്. ഞാൻ കംപ്ലീറ്റഡ് അല്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എഴുതിയെടുക്കാനുണ്ട്. ഇനി എഴുതിയെടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി. ഒരു ഉപയോഗം ഉറപ്പായിട്ടും ഞാൻ എന്റെ ഇതാട്ടോ, എന്റെ ചിന്താഗതി ആട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനും പറയണം കേട്ടോ. സപ്ലൈ ഇല്ലായിരുന്നു. സപ്ലി ഇല്ല. നേരത്തെ ഒന്നും പറഞ്ഞല്ലോ പഠിപ്പി കോളേജിൽ പോയിട്ടില്ല. പഠിപ്പി കോളേജിൽ പോയിട്ടില്ല. ഇത് കോളേജ് പിന്നെ ഡ്രോപ്പ് ചെയ്ത് വേറെ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓ MBA. MBAക്ക് പോയത്. അപ്പൊ MBA ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇത് സപ്ലൈ ഇല്ലാതെ പാസ്സായത്. ഇവൻ ഫുൾ പാസ്സായ ആളാണ്. ശിവൻ പഠിപ്പിയല്ല. അതെങ്ങനെയാ? അല്ല ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരുന്നത്. ഇവൻ ഫ്രണ്ട് ബെഞ്ചിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, നന്നായിട്ട് പഠിക്കുകയും വിറ്റ് വെച്ച് അല്ലേ? സത്യം പറഞ്ഞോ? പക്ഷെ ജയിക്കുമായിരുന്നു. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്, അല്ലാതെ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. അത് മതി. മാർക്ക് കിട്ടിയാലേ ചില ജയിക്കുള്ളൂ. ജയിക്കാൻ വേണ്ടി പഠിക്കുന്നതും മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്നതും രണ്ട് കുറേ രണ്ടാണ്. മാർക്കിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. ജയിച്ചാൽ മതി. അപ്ലൈ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ സപ്ലൈ ഉണ്ടാവും? അപ്ലൈ ചെയ്തിട്ടില്ല. കോളേജിലേക്ക് ഇനിയും ചെയ്യാം. സമയമുണ്ടോ? ഇനി പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുന്നു. കുട്ടീനെ പറയാൻ എന്നാ ചോദിച്ചാ ശരിക്കും എന്താ പഠിച്ചത്? പഠിച്ചോ? ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ വർക്കിൽ തന്നെ കയറിയത്. ഗ്രാഫിക് ഡിസൈനർ അനൗൺസ്മെന്റ് അങ്ങനെ പോയി. അപ്പൊ +2 സപ്ലി കിട്ടിണ്ടാ? പറ. അത് പറയണോ? അതുകൊണ്ടാണല്ലോ Okay, second question. എനിക്കൊരു കൂട്ടായി. കോളേജിലെ അറ്റൻഡൻസ് ഷോർട്ടേജിന്റെ കാരണം എന്തായിരുന്നു? കോളേജിൽ പോകാത്തോണ്ട്. ഉറപ്പായിട്ടും കോളേജ് ക്ലാസ് കട്ട് ചെയ്തോണ്ട്. ക്ലാസ്സിൽ പോയിരിക്കുന്ന ആ കറ്റനും ചോട്ട വരൂലല്ലോ. ഭംഗിയുണ്ടാ കോളേജ്? ഭംഗി പിന്നെ ഇഷ്ടം പോലെ. ഇവന്റെ കോളേജ് ചോദിച്ചില്ലല്ലോ നേരത്തെ. ഇവന്റെ എത്തിയില്ല ചോദിക്കും. അല്ല ഇവന് സപ്ലൈ ഒന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലേ? ഇല്ല. അപ്പൊ സപ്ലി ഉണ്ടായിരുന്നോ? സപ്ലൈ ഉണ്ടായിരുന്നു. ഓർമ്മിക്കല്ലേ? സപ്ലൈ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അത് ക്ലാസ് കട്ട് ചെയ്ത് പോകണമായിരുന്നു. അതെ. എങ്ങോട്ടൊക്കെ പോവാ? സിനിമയ്ക്ക് പോവും. ചുമ്മാ ഫ്രണ്ട്സ് ആയിട്ട് പാർക്കില്. ഫ്രണ്ട്സ് ആയിട്ടാ ഗേൾഫ്രണ്ട്സ് ആയിട്ടാണോ കറങ്ങുന്നത്? ഫ്രണ്ട്സ് ആയിട്ടാ പറഞ്ഞോ എല്ലാവരും അവന്റെ കോളേജ് ലൈഫ് എങ്ങനെ ഞാൻ പറഞ്ഞു? അതിനിവിടെ പ്രസക്തി ഇല്ലല്ലോ. ഞാൻ അറ്റൻഡൻസ് ചോദിച്ചു. ഞങ്ങളൊരു വേർതിരിവ് കാണുന്നില്ല. അതെ. എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഫ്രണ്ട്സാ, ബോയ് ഫ്രണ്ട് ആവും, ഗേൾ ഫ്രണ്ട് ആവും അല്ലേ? അപ്പൊ ശരിക്കും അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും. ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ അതിലൊരു സംശയം. അതുകൊണ്ടാണ് സപ്ലി വരുന്നത്. ശരി, ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കോളേജിലെ എത്ര ഗേൾ ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? ഓരോരുത്തരെ നമുക്ക് ഈ സൈഡിൽ എനിക്കില്ലായിരുന്നു. സത്യസന്ധമായി പറയണമല്ലോ, എനിക്കില്ലായിരുന്നു. നമ്മൾ കോളേജ് അടിച്ചു പൊളിക്കുമായിരുന്നു. ഗേൾ ഫ്രണ്ട്സ് വേണമെന്നില്ല. ഇത് സത്യമാണോ? സത്യമാണോന്ന് അറിയാനുള്ള വഴി എനിക്കുണ്ട് കേട്ടോ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. ഇൻവെസ്റ്റിഗേറ്റ് നിങ്ങൾ ചെയ്തോളൂ. ആ കോളേജിൽ പഠിച്ച സീനിയറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഏത് കോളേജിലാണ് പഠിച്ചത്? ആ കോളേജിന്റെ പേര് എനിക്കറിയില്ല, സോറി. ഞാൻ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ പറയാൻ പറഞ്ഞു. ആ ഒരാള് പറഞ്ഞു എന്റെ ജൂനിയർ ആണ് പുള്ളിന്ന്. ഞാൻ പോയി ചോദിക്കാൻ പോയിട്ടാ. ചോദിച്ചു. അവിടെ നോക്കിയേ, ഈ മുഖം നോക്കിയേ. കുഴപ്പമില്ലല്ലോ, ഞാൻ നോക്കിട്ട്. ഞാൻ കോളേജിൽ കയറിയപ്പോ തന്നെ കോവിഡായി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അതല്ല ചോദ്യം. അപ്പൊ അതുകൊണ്ട് നടന്നില്ല. ഓൺലൈനിലായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അങ്ങനെയാണ് ഗേൾ ഫ്രണ്ട്സ് അങ്ങനെയായിരിക്കും വന്നത്. ഇല്ല, നമ്മൾ വേറെ പരിപാടിയായിരുന്നു. ഇതൊന്നുമില്ല. കോളേജിൽ നമ്മൾ കറക്റ്റായിട്ട് കയറിയാലല്ലേ കറക്റ്റായിട്ട് നോക്കിയിട്ടുള്ളൂ. വേറെ പരിപാടിയിലായിരുന്നു. കോളേജ് ചെന്നാൽ പ്രേമിക്കാൻ പറ്റും. കോളേജിൽ ഇടയ്ക്കൊക്കെ പോകും. അതൊക്കെ കാരണം കൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല. സുഹൃത്തുക്കളായിട്ട് നമ്മൾ കുറച്ച് ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചില്ല് ചെയ്യാൻ വേണ്ടി, ഡിഗ്രി ചെയ്യാൻ വേണ്ടി പോയതല്ലാതെ. ഹിപ്സ്റ്റർ ഇങ്ങനെ തന്നെ ആയിരുന്നോ? അല്ല ഇതേപോലെ കട്ടടിച്ച് ഗേൾഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ? ഗേൾഫ്രണ്ട് ഒന്നുമില്ല. ഇതുവരെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിട്ടില്ലേ? ഗേൾഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട്. കോളേജ് ഡിഗ്രി കാലഘട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു.
എന്തിനാണ് വെറുതെ അവർക്ക് കൂടെ പ്രൊമോഷൻ ഇത് നമ്മുടെ പടത്തിന്റെ പ്രൊമോഷൻ ഗേൾ ഫ്രണ്ടിന്റെ പ്രൊമോഷൻ അല്ല. അതെ. ഓക്കെ, കുട്ടി പറയൂ. കുട്ടിയാണ് കുറച്ച് മിണ്ടാണ്ടിരിക്കുന്നത്. പൊതുവെ മിണ്ടാറില്ല. പൊതുവെ സൈലന്റ് അവനങ്ങനെ അത് ആവേശമാണ് ഞാൻ കണ്ടിട്ടുള്ള കോളേജ് ലൈഫ്. ആ. അവിടെ പോലെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. ഓ അപ്പൊ നീ അത് ഫോക്കസ് ചെയ്ത് തന്നെ അതാണ്. അവര് പാളിപ്പോയി. കോളേജിന്റെ താഴോട്ട് പോയതാണ് ഞാൻ +2. നിന്നെ ഇരിഞ്ഞാലക്കുടയില് പല കോളേജിന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടല്ലോ വൈകുന്നേരം ക്ലാസ് ഇടുമ്പോ. എന്നിട്ട് പറയും, ഞാൻ ഇവിടെ ഈ കോളേജിൽ ആദ്യമായിട്ട് കണ്ടിരുന്ന കോളേജ് ഒന്ന് കുട്ടി പറയട്ടെ, കുട്ടി പറയട്ടെ, കുട്ടി പറയട്ടെ. കുട്ടി പറയാം. അവനാണെങ്കിൽ എത്ര 59 ബോയ്സ് ആണെങ്കിൽ ആകെ 3 പെൺപിള്ളേരുണ്ടാവുള്ളൂ എവിടെ +2. ആ +2 3 പെൺപിള്ളേരുന്നു. 3 പെൺപിള്ളേരുള്ളായിരുന്നു. അതാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഓരോന്നും ഫോൺ ചെയ്തു. ഇവൻ പഠിത്തം നിർത്തിയത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. 3 പെൺപിള്ളേർ ഡിഗ്രിക്ക് വേണ്ടി ചിലപ്പോൾ ഇതോടെ ഒരു പെൺപിള്ളേർ 2 പേരുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പോകും. അങ്ങനെ ആയിരുന്നു അപ്പുറത്തെ സിറ്റുവേഷൻ. നല്ലൊരു ടീമാണ്. പാവായിട്ട് നിങ്ങളിങ്ങനെ അവിടെ ഇവന് ഓഫ് സ്ക്രീനിൽ ഇങ്ങനെയാണ്. സെറ്റിൽ ഇങ്ങനെയായിരുന്നോ? ആ ഞങ്ങള് ഫുൾ കോമഡി ആയിരുന്നു. അതെങ്ങനെ ഇങ്ങനെയല്ലേ അവൻ പറയുന്നത്? ഇത് ഇവിടെ ഇരിക്കണാണ് ഇങ്ങനെ ഇരിക്കണത്. ഇവൻ ഇത് കഴിഞ്ഞു അല്ല ക്യാമറ കൂടെ ഓഫ് ചെയ്തൊക്കെ സൈലന്റ് ഒന്നുമല്ല. വയലന്റ് ആണോ? ഇവന്റെ റൂംമേറ്റ് ഏത്? ഇവൻ വില്ലനാണ്. നിങ്ങൾ രണ്ടുപേരും റൂമില്? ആ, ഞങ്ങൾ രണ്ടുപേരും. ഇവര് രണ്ടുപേരും. ഞാനും ഇഫ്സറും ഒരു റൂമില്, സഞ്ജേട്ടൻ ഒറ്റയ്ക്ക് ഒരു റൂമില്. എന്തായാലും ഒച്ചയ്ക്ക് ഒരു ഞാൻ അന്നും ഇന്നൊക്കെ ഒറ്റയ്ക്കാണ്. അതെ ചെറുതായിട്ട്. അത് സൈനിക ഡംബിള് വാട്ടർ ബോട്ടിൽ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ല. ആ റൂമിൽ വേറെ സ്ഥലം. പുള്ളി എവിടെ പോകുമ്പോഴും ഒരു ബാഗ്, ഡംബിള്, വാട്ടർ ബോട്ടിൽ. ഭയങ്കര ജിമ്മ് അല്ല ഈ പടത്തിന് പടത്തിന് വേണ്ടിട്ട് ഒരു ഡെഡിക്കേഷന്റെ ഭാഗമായിട്ട്. ഇതെല്ലായിടത്തും എടുത്ത് പറഞ്ഞോട്ടോ. ഞാൻ അടുക്കളയിരിക്കും, സൈഡിലിരിക്കും, ഒക്കെ എന്നെ പൊക്കി പറയണം. അതാണ് അതിന്റെ ഒരു പിന്നെ ഓക്കെ കറക്റ്റ് ആണ്. ബാക്കിയുള്ളതും കൂടിയൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ റൗണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കോളേജ് റൗണ്ടിന് ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാണ്. നിങ്ങക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടോ? ഏയ് വേഗം തല്ലാട്ടി ഹിപ്സ്റ്റർ. അതെന്തിനായിരുന്നു കിട്ടിയത്? അത് അടി ഉണ്ടാക്കി. ഉണ്ടാക്കിയതിന്റെ പേരില് അതൊന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ അടുത്ത് അടിച്ച് ഞാൻ പിടിച്ചു പറ്റാൻ പോയതാ. ചെറുതായിട്ട് അവനെയും തള്ളി. അപ്പോഴേക്ക് കണ്ടു നിന്ന് 7 പേർക്ക് കിട്ടി. ആ കൂട്ടത്തിൽ എനിക്കും കിട്ടി. അപ്പം അന്ന് ഇങ്ങനെ ഇതേപോലെ ഒരു രംഗനെ പോയി കാണാൻ നല്ല പ്ലാൻ ഉണ്ടായിരുന്നോ? എങ്ങനെയെങ്കിലും കാല് പിടിച്ച് അത്തറാൻ നോക്കത്തുള്ളൂ. ടീച്ചർ അടിക്കണം. ഇതല്ല ഓപ്പോസിറ്റ് ആൾക്കാരെ അടിക്കാലോ. മാതാപിത ഗുരു ദൈവം നമ്മൾ ആ ഭാഗത്തോട്ട് ചിന്തിക്കേ ചെയ്യരുത് അല്ലേ? ഒരിക്കലും നമ്മൾ ചിന്തിക്കും ഗുരു ഇല്ല, ഞാൻ കൊല്ലില്ല. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അമ്പാൻ ചേട്ടൻ ഭയങ്കര ഇങ്ങനെ ഇരിക്കുക. അതായത് എനിക്ക് കിട്ടില്ല ഇല്ല എങ്കിൽ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ലാസ്റ്റ് എന്നാ എക്സാമിനൊക്കെ 2 മാസം 3 മാസം മുന്നേ ഡിസ്മിസ് ചെയ്തായിരുന്നു. അതിന്റെ എക്സാം മാത്രം എഴുതാൻ വേണ്ടി സസ്പെൻഷൻ കിട്ടിയിട്ടില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞു ഉള്ള അത് എന്റെ ഇപ്പൊ ഒപ്പം പഠിച്ചവർക്ക് കറക്റ്റായിട്ട് അവർ അറിയും, അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഇതുപോലെ ചെറിയ അതൊന്നുമല്ലടാ, അങ്ങനത്തെ തമാശ ഒന്നുമല്ല, കുറച്ചുകൂടി വലിയ തമാശകളായിരുന്നു. അപ്പൊ അത് എക്സാമിന് കുറച്ച് മാസങ്ങൾ മുന്നേ ഡിസ്മിസ് ചെയ്തിട്ട് എക്സാം എഴുതാനുള്ള ഒരു ഇത് വന്നു. പിന്നെ അത് പോയി എഴുതിയിട്ട് പിന്നെ അത് നമ്മൾ പിന്നെ എഴുതിയെടുത്തൊന്നുമില്ല. ഓക്കെ, നമ്മളുടെ ഈ പടത്തിൽ ഇപ്പം നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്നതായാലും എന്താ പറയുക, ഇതേപോലെ സോഷ്യൽ മീഡിയ നോക്കുന്നു ജിത്തു ചേട്ടൻ, അങ്ങനെ അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബിബി എങ്ങനെയാണ് ഇതിലേക്ക് ഇന്നാവുന്ന ഈ ഒരു മൂവിയിലേക്ക്? ഞാൻ ഇതുപോലെ കോളേജ് കഴിഞ്ഞിട്ട് റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു, ചെറിയ എന്നിട്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇടുമായിരുന്നു. ഏത് റീലാണെന്ന് അറിയില്ല, ഒരു റീലിൽ ജിത്തു ചേട്ടൻ കണ്ടു. അങ്ങനെ ജിത്തു ചേട്ടൻ മെസ്സേജ് അയച്ചു, അത് കഴിഞ്ഞ് വിളിച്ചു. ഇതുപോലെ എൻ്റെ നാട് ട്രിവാൻഡ്രത്താണ്, അപ്പം ഫോട്ടോ വെച്ച് നാളെ ഫോട്ടോ വെച്ച് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ച്. അന്ന് രോമാഞ്ചം ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഏതോ പടത്തിന്റെ പ്രൊമോഷൻ, രോമാഞ്ചത്തിന്റെ പ്രൊമോഷനാണെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടെ ഒരു സ്റ്റെപ്പ് ഓഡിഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അവിടെ ഇവരെയൊക്കെ കണ്ടു. അവിടെ വെച്ചാണ് ഫാദുക്കേര പടമാണെന്ന് അറിഞ്ഞതും അമ്പൂക്കേര വീടാണെന്ന് അറിഞ്ഞതും. അങ്ങനെ ഓരോരോ സർപ്രൈസസ്. എന്നിട്ട് അങ്ങനെ ഇതായി. പിന്നെ അടുത്ത ദിവസമായപ്പോൾ ജിത്തേട്ടൻ വിളിച്ച് പറഞ്ഞാ നീ നമ്മുടെ പടത്തിലുണ്ട്. നിങ്ങളായാലും ഞാനിത് കേട്ടൊരു കാര്യമാണ്, ഭയങ്കര നിങ്ങൾ മീൻസ് ക്യാമറയുടെ പിറകിൽ ഭയങ്കര ചില്ലാവുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾ പലരെയും പറ്റി പാരഡി സോങ്ങുകൾ പാടാറുണ്ട്.
എന്നാ അത് ആരെയൊക്കെ പറ്റിയിട്ട് പാടിയിട്ടുണ്ട് പാരഡി? ഞാനല്ല പാടിയത്. ആ ഞാൻ ഇല്ല അത് ഇത് സത്യം പറഞ്ഞ ഇത് എന്താ പറയുക, ഇതെല്ലായിടത്തും എല്ലാ ഗ്യാങ്ങിലൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉള്ള പോലത്തെ പാട്ടുകളെ നമ്മൾ പാടാറുള്ളൂ. ഇതിപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ എന്താണോ സംഭവിച്ചത് അത് വെച്ചിട്ട് നമ്മളൊരു പാട്ട് പാടുന്നു, അവിടെ ചിരിക്കുന്നു. ഇല്ല, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് വർക്ക് ആവത്തില്ല ഒരിക്കലും, കാരണം നമുക്ക് മാത്രം അറിയുന്ന സിറ്റുവേഷൻ. അതെ, അത് പാടി നിങ്ങൾക്ക് ഒരു രസം തോന്നില്ല, പക്ഷെ നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ഈ സിറ്റുവേഷനും പറഞ്ഞ് ഈ പാട്ടും പാടിയപ്പോൾ അവർക്ക് വർക്ക് ആവത്തില്ല. മനസ്സിലാവത്തില്ല. അത് നമ്മളവിടെ പാടുന്നു, അതവിടെ കളയുന്നു, അത് തീർന്നു. ഇനി ആ പാട്ട് പാടാൻ ചോദിച്ചാൽ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതൊരു സോങ് പ്ലേ ചെയ്യും, ആ സ്പോട്ടിൽ ഓരോ വരികൾ വരും, പിന്നെ അതങ്ങനെ ജോയിൻ ചെയ്ത് പാട്ടാവും. സെറ്റിൽ അത് കുറച്ച് പേര് കേട്ടായിരുന്നു അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനത്തെ ചെറിയ ജിത്തു ചേട്ടൻ പ്രത്യേകിച്ച് നിങ്ങളെ പറ്റി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ഇതാണ്, നന്നായി സംസാരിക്കുന്ന ആൾക്കാർ. പക്ഷെ പിന്നീട് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ് നിങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്സ് ആണെന്ന് അറിഞ്ഞതെന്ന് മൂപ്പരാണ്. പക്ഷെ എനിക്ക് ഇൻട്രോവേർട്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നന്നായി സംസാരിക്കണ പോലെ എനിക്ക് തോന്നിട്ടോ. അത് നമ്മുടെ ആ ഒരു ഗ്യാങ്, ഈ ഒരു ടീമിന്റെ സംഭവമാണ്. നമ്മളിപ്പോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടിട്ടാണ്. ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാളെ പിടിച്ചെടുത്തിക്കൊണ്ടിട്ട് അവരോട് മിണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രല്ല ഇപ്പൊ കുറച്ച് ഇപ്പൊ നമ്മളെ കാട്ടി മുതിർന്ന കുറച്ച് ആളുകൾ ഇരിക്കുമ്പോ അല്ലെങ്കിൽ സീനിയേഴ്സ് ഇരിക്കുമ്പോ നമ്മളവിടെ കിടന്ന് നമ്മളവിടെ ഒരു ജസ്റ്റ് ഒരു അത് കീപ്പ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ. ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ആൾക്കാർ ഇരിക്കാതല്ലേ മുതിർന്ന അല്ല, ഞാൻ ഒരുമിച്ചായിരുന്നു. ഇല്ല, ഞങ്ങൾ ഒരേ വൈബാണ്. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നതും നമ്മൾ ചെയ്തതും എല്ലാം ഒരുമിച്ചാണ്. നമ്മൾ 8 മാസം ഒരുമിച്ചായിരുന്നു. അപ്പം ഞങ്ങള് ഒരു ഹോട്ടലിലായിരുന്നു, ഞങ്ങള് ഒരു അപ്പാർട്ട്മെന്റിലാണ് എല്ലാവരും ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഞങ്ങൾ ഒരുമിച്ച് നമ്മള് ഫുഡ് കഴിക്കുന്ന എല്ലാം ഒരുമിച്ചായിരുന്നു. നമ്മള് പോകുന്നതും ഷൂട്ടിന് പോകുന്നതും വരുന്നതും. നമ്മള് ചേട്ടൻ അനിയന്മാർ അങ്ങനെയുള്ള ഒരു ബന്ധം പ്രായം കൊണ്ടല്ല ഇവന്മാര് മുതിർന്നു എന്ന് പറഞ്ഞത്, ബുദ്ധി കൊണ്ടാണോ? അങ്ങനല്ല. പ്രൊഫഷൻ കൊണ്ട് സീനിയേഴ്സ് ആണ്, മനസ്സിലായോ? അതാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു ആൾക്കാർ കുറവാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടികളുടെ കുറവാ. അപ്പൊ നിങ്ങൾക്കൊക്കെ ശോഭിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് അവസരമാണിത്. അല്ല, യു ഗൈസ് ഡു ഗ്രേറ്റ് ജോബ് മൂവിയിൽ കേട്ടോ. എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അമ്പാനെ എടുക്കുമ്പോൾ പറയണ്ടല്ലോ, എന്തെങ്കിലും പറയുന്നു പ്ലീസ്. ഇത്ര ഞങ്ങൾ പറഞ്ഞില്ലേ, താങ്കൾ പറയാം. അമ്പാന്റെ പെർഫോമൻസ് കണ്ടിട്ട് അമ്പാൻ എന്താണ് തോന്നുന്നത്? എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല. അമ്പാന്റെ ഒരു ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാ? അമ്പാന്റെ എനിക്ക് അമ്പാനെ മൊത്തത്തിൽ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒഴിവാക്കില്ല. അറിയാൻ പാടില്ല. എനിക്ക് അമ്മാന്റെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഞാൻ അതിൽ പറഞ്ഞ സ്പോയിലർ ആവും, അതാണ് ഞാൻ പറയുന്നില്ല. അങ്ങനെ രക്ഷപ്പെട്ടു. നല്ലൊരു പോയിന്റ്. അത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ, അതുകൊണ്ട് ഞാൻ വൈൻഡപ്പെടാൻ ഓടുകയാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി സന്തോഷം. ഹാപ്പി അല്ലേ? അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ? ബിബി എപ്പോഴും ഹാപ്പി ആയിരിക്കും. എപ്പോഴും ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഇതേപോലെ അടിച്ചു പൊളിച്ച് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു, സന്തോഷം. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.